ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ദേ ഒരു യാത്ര പോവാണ്. എവിടേക്കാണെന്നുള്ളത് കുട്ടികളൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ മാത്രം. കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് കുറച്ചധികം അമ്പലങ്ങളിലേക്ക്, സത്യം പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും അമ്പലങ്ങളും റിലേറ്റീവ്സിൻ്റെ വീടുകളും തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞങ്ങളുടെ മെയിൻ പ്രയോറിറ്റീസ് എന്ന് പറയുന്നത്. ട്രിപ്പാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് സ്കൂളും വെക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ടാണ്, പക്ഷെ അമ്പലങ്ങളായിരിക്കും ഒരു ഭയങ്കര പോസിറ്റീവ് ഫീലാണല്ലേ, അതും രാവിലെ ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ഇന്ന് നമ്മൾ പോകുന്ന അമ്പലങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ആർക്കെങ്കിലും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇന്നവർ പോയിട്ടില്ലാത്തവരാണെങ്കിൽ പോവാം, പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അങ്ങനെ ആദ്യം നമ്മൾ നിൽക്കുന്നത് ചമ്രവട്ടം അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് കേട്ടോ. ഇത് ഷോർട്ട്സ് ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ്. ഇത് മലപ്പുറം ജില്ലയിലാണ്, പൊന്നാനിക്ക് അടുത്താണ്. പൊന്നാനി തിരൂർ ഹൈവേയിൽ പോകുമ്പോഴാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള അയ്യപ്പൻ്റെ അമ്പലമാണ് കേട്ടോ. മെയിനായിട്ട് ശനിദോഷം മാറാനും കൂടെ നമ്മൾ ഒരുപാട് വഴിപാടുകൾ തിരി അങ്ങനെ കുറേ ഇതുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എന്തൊക്കെയാണ് വഴിപാടുകളെന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ പിന്നെ മെയിനായിട്ടുള്ളത് നമ്മൾ കല്യാണത്തിന് മഴ പെയ്യാതിരിക്കാൻ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ നാളികേരം ഒഴിഞ്ഞു വെക്കും. അതേപോലെ തന്നെ നന്നായിട്ട് മഴ പെയ്യാൻ കാർഷിക സമയത്ത് അതിന് നമ്മളിങ്ങനെ ചെയ്യും. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭംഗിയാണ് കേട്ടോ. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു അമ്പലമാണ് കണ്ടോ. ഇത് മൺസൂൺ ടൈമിൽ ഇവിടെയൊക്കെ വെള്ളമാവും കണ്ടോ. ഈ ഒരു ഏരിയയിൽ കൂടെയാണ് നമ്മൾ നടന്നു വരിക. ഇപ്പോൾ തൊട്ടടുത്ത് പാലം ഉണ്ടാക്കിയതുകൊണ്ട് മഴക്കാലത്തും കുഴപ്പമില്ല. അല്ലെങ്കിൽ മഴക്കാലത്ത് എന്താ വെച്ചാൽ സ്റ്റെപ്പൊന്നും കാണില്ല. അപ്പോൾ തോണിയിലാണ് അത്ര തിരുമേനി ഇതിങ്ങനെ ചെയ്യാൻ വരിക എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ തൊട്ടടുത്ത പാലുള്ളതുകൊണ്ട് നമ്മൾക്ക് മഴക്കാലത്താണെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ഒരു അമ്പലം മൊത്തം വെള്ളത്താൽ ഇങ്ങനെ മൂടപ്പെട്ടിട്ടായിരിക്കും. അപ്പോൾ എന്ത് രസമല്ലേ കാണാൻ, ഭയങ്കര ഭംഗിയുള്ള ഒരു അമ്പലമാണ്. പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി നോക്കണം. ഈ ചമ്രവട്ടത്ത് അയ്യനെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ചമ്രവട്ടമാണ് ഈ ഒരു അയ്യപ്പൻ്റെ അമ്പലം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഹനുമാൻ കാവിലേക്കാണ്. അങ്ങനെ നമ്മൾ ചമ്രവട്ടത്ത് തൊഴുത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഹനുമാൻ കാവിലേക്കാണ് കേട്ടോ. ഹനുമാൻ കാവ് എല്ലാവർക്കും അറിയാലോ, ആലത്തിയൂർ ഹനുമാനെ പേടി സ്വപ്നം കാണരുതേ, ആ ആലത്തിയൂരാണിത് ഹനുമാൻ കാവ്. മുന്നേ ഞാനൊരു വ്ളോഗിൽ ഈ ഒരു ഹനുമാൻ കാവിനെ പറ്റി കാണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നോക്കി, ഇത് ആ ഒരു സങ്കല്പമാണ് കേട്ടോ, ലങ്കയിലേക്ക് ചാടുന്ന ആ ഒരു സങ്കല്പം. ഇവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ ചാടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ. ഇതുപോലെ പണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ പോയപ്പോൾ ചാടിയിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ ചാടി റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചു. ഇവിടുത്തെ മെയിൻ പ്രസാദം എന്ന് പറയുന്നത് അവിലാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ ഒരു അവിൽ കുഴച്ചതിൻ്റെ ടേസ്റ്റ് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രസാദമാണ്. അതുപോലെ തന്നെ ഇതേ കണ്ടോ, ഈ ഒരു അമ്പലക്കുളം ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ പോയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം പോയി നോക്കുക. പിന്നെ അടുത്തത് ഗരുഡൻ കാവ്. ഇതെല്ലാം അടുത്തടുത്താണ്. ഇപ്പം നമ്മളൊരു ട്രിപ്പിന് വന്നാൽ എല്ലാം ഒറ്റയടിക്ക് കഴിയും, അത്ര അടുത്താണ്. ഗരുഡൻ കാവ്, ഗരുഡന് വേണ്ടിയിട്ട്, ഗരുഡ ഭഗവാന് വേണ്ടിയിട്ടൊരു ക്ഷേത്രം എന്ന് പറഞ്ഞതിലെ മഹാവിഷ്ണുവും പ്രതിഷ്ഠ തന്നെയാണ് ക്ഷേത്രം. ഇവിടെ ഒരുപാട് ത്വക്ക് രോഗങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ പോയത് ശ്രീ തുപ്രങ്ങോട് മഹാശിവക്ഷേത്രം. ഇതും ഒരുപാട് പ്രസിദ്ധമാണ്, ഒരുപാട് ഐതിഹ്യമുണ്ട്. മാർക്കണ്ഡേയൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? അപ്പോൾ മാർക്കണ്ഡേയൻ ശിവനെ ഭജിച്ചതേ കാലൻ വന്ന സമയത്ത് ഈ ഒരു തൃശൂലം കൊണ്ട് കണ്ടോ, ഭക്തനായ ആ ഒരു തൃശൂലം ഇവിടെ പ്രത്യക്ഷപ്പെട്ട് ആ ഒരു കുളമാണ്, കഴുകിയ കുളമാണ് ഇത് എന്നൊക്കെയാണ് സങ്കല്പം. അപ്പോൾ ആ ഒരു കഥ കേട്ടവർക്കൊക്കെ ഇവിടെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതുണ്ടാവും. അപ്പോൾ തുപ്രങ്ങോട് മഹാശിവക്ഷേത്രം വലിയ അമ്പലമാണ് കേട്ടോ. മൃത്യുഞ്ജയ ഹോമം അങ്ങനത്തെ വഴിപാടുകളൊക്കെ നമുക്ക് ഇവിടെ കഴിക്കാം. അതിനുശേഷം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിതേ കഴിച്ചു. ഇനി നമ്മളെ ഒരുവിധം എല്ലാ അമ്പലങ്ങളും ഇവിടെ കവർ ചെയ്തു. അങ്ങനെ ഇന്നത്തെ തീർത്ഥയാത്ര അവസാനിച്ചു. നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് വരുമ്പോൾ എപ്പോഴും ഇത്രയും അമ്പലങ്ങൾ ഒരുമിച്ച് കവർ ചെയ്യുകയാണ് ചെയ്യുക. ഗരുഡൻകാവ്, ഹനുമാൻകാവ്, തുപ്രങ്ങോട്. ഇടയ്ക്ക് നമ്മൾ വരാറുണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകതയൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവറിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ വേറെ ഒന്നുമില്ല, ഇനി നേരെ വീട്ടിലേക്ക്. മക്കളാണെങ്കിൽ വെക്കേഷൻ തിമിർത്ത് ആസ്വദിക്കുകയാണ് കേട്ടോ. അവരെങ്ങോട്ടും വിളിച്ചാൽ വരില്ല. രാവിലെ മുതൽ ഈ കളി തന്നെ, ഈ ചിമിട്ടനായിട്ടാണ് ഇവരുടെ കളി എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു ഭയങ്കര രസമല്ലേ. നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്നത് കസിൻസിൻ്റെ കൂടെയുള്ള കളിയാണ്. അല്ലാതെ പാരൻസ് വിളിച്ചാലോ ഈവൻ സിനിമയ്ക്ക് പോലും ഞങ്ങളൊന്നും പോയിരുന്നില്ല. അത്രയും നേരം കസിൻസിൻ്റെ കൂടെ കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഇത് അവർക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും കൂടി ഉച്ചയ്ക്കൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഈവനിങ്ങിൽ ഇറങ്ങി. ഇത് കണ്ടു അച്ഛൻ്റെ തോട്ടത്തിലേക്കാണ്. അച്ഛൻ എല്ലാ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് പറഞ്ഞ് നമ്മളെ തോട്ടത്തിലേക്ക് ഇറങ്ങുമല്ലോ. തോട്ടം മീൻസ് പറമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എത്ര അപ്പൂപ്പൻ തടികളാണല്ലോ അറിയോടെ. അച്ഛൻ്റെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എടുത്തു വെച്ചിട്ടുള്ള വേറെ ദിവസങ്ങളിൽ കുറച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ലാതെ ഇത് നമ്മൾ കുറച്ച് ദൂരം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാലാണ് ഈ ഒരു പറമ്പുള്ളത്. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ കവുങ്ങും വാഴക്കൃഷി, ഓരോ കൃഷികളാണ്. അപ്പോൾ പ്രാവശ്യം കുറേ കവുങ്ങ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊന്ന് നടക്കാനും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ചുമ്മാ കമൻറ്റ് ചെയ്യാം നമുക്ക്. പിന്നെ അതാണല്ലോ മെയിൻ പണി. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്ത്
ചെയ്താലോ, ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്താലോ, നമ്മുടെ ബിസിനസ് ഐഡിയാസൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ പറയണം. കറിവേപ്പിന് പൂ വന്നത് കാണിച്ചു തരാണ് കേട്ടോ. നമ്മുടെ അവിടെ ഒരു കറിവേപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മാത്രം. പിന്നെ ഇത് 3 വർഷം കൊണ്ട് ഉണ്ടാവുന്ന മാങ്ങയാണ് അത്ര. ഇത് 1 വർഷമായപ്പോൾ തന്നെ കണ്ടോ ഇതിൽ മാങ്ങ, ഈ മാങ്ങേനെ ഇത് ചെയ്യാനുള്ള അത്ര പോലും കപ്പാസിറ്റി ഇല്ലാത്ത മാവാണ് സത്യം പറഞ്ഞാൽ. അത് എവിടുന്നോ വാങ്ങിയതാണെന്നാണ് പറഞ്ഞത്. ഇതുപോലെ കണ്ണിമാങ്ങയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അറിയോ. അപ്പോൾ കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മാങ്ങ പിന്നെ എപ്പോഴും നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു പറമ്പിൽ വന്നപ്പോഴാണ് ഈ ഇഷ്ടം പോലെ മാങ്ങ. ജയനാണ് ആ മാവിൻ്റെ മുകളിൽ, മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള ആൾ. ജയൻ പണ്ടേ മരം കയറിയാണെന്നൊക്കെ ഇത് പറയാറുണ്ട്. പണ്ടൊക്കെ ജയൻ എപ്പോഴും ഇങ്ങനെ മരത്തിൽ ഇതുവരെ എത്തിയോ, അയാൾക്ക് പേടിയായി എത്ര ദൂരെ കയറിക്കണം. അപ്പോൾ ജയൻ ഇത് തന്നെയാണ് അത്ര ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി പണ്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് കുറേ മാങ്ങ നമുക്ക് കിട്ടി. അല്ലെങ്കിൽ അത്രയും മേലേക്കുള്ള മാങ്ങകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത് നല്ല മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് പറിക്കാൻ ആളില്ലാതിരിക്കുകയായിരുന്നു. ജയൻ വന്നപ്പോൾ പിന്നെ അതിനൊരു ആളായി. അപ്പുറത്ത് മറ്റേ മുട്ടിക്കുടിയ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് വീണത് എടുക്കുകയാണ്. മൂവാണ്ടൻ എന്തൊരു മണം അറിയാം. മണം എന്നൊക്കെ പറഞ്ഞാലേ മാങ്ങയുടെ മണം. അയ്യോ എന്തായാലും ഇതിന് മണം വെളുത്ത മൂവാണ്ടന്. ഇതിങ്ങനെ ചെത്തുമാങ്ങ, ഇത് പഴുത്താൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ചെത്തുമാങ്ങ ഉണ്ടാക്കി അമ്മ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ബോംബെക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുക. കുറച്ചും കൂടെ ഉണ്ടാക്കിക്കണം. നീളത്തിൽ ഇങ്ങനെ ചെത്തിയിട്ട്. തോട്ടം തേവാണ്, ചാലി കീറിയിട്ട്. തോട്ടം തേവാന്നല്ലേ നമ്മൾ പറയാ. ഈ ഒരു ഇതിന് എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്ക് പണ്ടും ഭയങ്കര ഈ തോട്ടം തേവണേൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നടന്നിട്ട് പണ്ടൊരു മോട്ടർ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. അപ്പോൾ ആ മോട്ടറിൽ നമ്മൾ കുളിക്കും. ഈ വല്ലാത്ത മണമാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഈ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ്. കുറേ നൊസ്റ്റാൾജിക് മെമ്മറീസ് ഉണ്ടാവും. അങ്ങനെ രാത്രി നടത്തൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇതേ വെള്ളയപ്പവും നല്ല തേങ്ങാപ്പാലും പിന്നെ വറുത്തരച്ച കോഴിക്കറി. ആഹാ എന്താ ടേസ്റ്റ്. തേങ്ങാപ്പാൽ രമേശേട്ടന് വേണ്ടി മാത്രമാണ് കേട്ടോ. രമേശേട്ടന് ഭയങ്കര ഇഷ്ടമായി വെള്ളപ്പം തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടിട്ടുള്ളതും. പക്ഷെ ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ നാടൻ വറുത്തരച്ച കോഴിക്കറിയാണ്. അതൊക്കെ കഴിഞ്ഞിട്ടുള്ളത് അത് വേറെ ദിവസത്തെ തന്നെ കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കൃഷി ഞാൻ പറഞ്ഞില്ല, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അച്ഛൻ അവിടെ താഴത്ത് നമ്മുടെ പറമ്പിൽ ഇങ്ങനെ ഇലയൊക്കെ പൊട്ടിക്കാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ളത്. ഇത് ടെറസിൻ്റെ മേലെയുള്ള അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ള കൃഷികൾ. ടെറസിൻ്റെ മേലെ പണ്ട് എന്താ വെച്ചാൽ ഈ പന്നികൾ നമ്മുടെ നാട്ടിൽ നല്ല പ്രശ്നമുണ്ടല്ലോ, പന്നിയും മയിലൊക്കെ. അങ്ങനെ കുറേ എല്ലാ സ്ഥലത്തും കമ്പി വേലിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. എന്നാലും ടെറസിൻ്റെ മേലെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കയറാൻ വെച്ചാലും അത് വലിയ കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നോളം എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. നല്ലോണം തക്കാളിയും നമ്മുടെ വീട്ടിലെ അധിക പച്ചക്കറികളും അച്ഛൻ, സത്യം പറഞ്ഞാൽ ഉള്ളി ഉരുളക്കിഴങ്ങ് ഒഴികെ ബാക്കി എല്ലാ പച്ചക്കറിയും അച്ഛൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കോളിഫ്ലവർ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ കണ്ടോ നല്ലോണം ഉണ്ടായിട്ടുണ്ട് കോളിഫ്ലവർ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചീനി മുളക്, അതായത് കാന്താരി മുളക്, ചീര, നാട്ടിലെ ചീരപ്പേരി, അതും വീട്ടിലെ ചീരപ്പേരി. ഇത് കണ്ടോ ഇത് കോളിഫ്ലവറാണ്. ഇത് വെച്ചിട്ട് നമ്മളൊരു ദിവസം കറി ഉണ്ടാക്കി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, വീട്ടിൽ വളർത്തിയ സാധനങ്ങൾക്ക്. എനിക്ക് എനിക്കിത് മനസ്സിലാവും. ആ ചീരയുടെ ടേസ്റ്റ്, നാട്ടിലെ ചീരയുടെ ടേസ്റ്റ് ഇവിടെ ഒരിക്കലും മുംബൈയിൽ നിന്ന് വാങ്ങിച്ച ആ ചീരയുടെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഇതിനൊരു വല്ലാത്ത ടേസ്റ്റാണ്. അച്ഛൻ്റെ ഒരു ക്രേസ് പരിപാടികളാണ് ഇതൊക്കെ. നാട്ടിലെ ഈ കാഴ്ചകളൊക്കെ എപ്പോൾ കണ്ടാലും എത്ര കണ്ടാലും മടുക്കില്ല എന്നുള്ളതാണ് സത്യം അല്ലേ. അത് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ വ്ളോഗിലൂടെ പറയാറുണ്ട്. ഞാൻ നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണാൻ ഭയങ്കര രസമാണ്. കാരണം ഒരുപാട് പേര് പുറമേ ഉള്ളവർക്ക് ആ നാടും മിസ്സാവുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിലൂടെ കേട്ടോ. എനിക്കാണെങ്കിൽ ഈ തോട്ടമൊക്കെ എത്ര കണ്ടാലും ഒട്ടും മടുക്കാത്തൊരു കാര്യമാണ്. അത് നമ്മൾ വെള്ളം കൂടെ നനച്ചിട്ടുള്ള തോട്ടമൊക്കെ ആകുമ്പോൾ അതിനൊരു പ്രത്യേക മണവും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഏത് സമ്മറിലാണെങ്കിലും അതിൻ്റെ ആ ഒരു മണവും ഒക്കെ ഭയങ്കര രസമാണ്. മാത്രമല്ല ഇത്രയും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സുലഭമായിട്ട് ഒരിക്കലും മുംബൈയിലും നമുക്ക് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. എനിക്കിതൊക്കെ ഇഷ്ടമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്രാവശ്യത്തെ നമ്മുടെ തലക്കശ്ശേരിയിലുള്ള വ്ളോഗുകളൊക്കെ ഒരുവിധം അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ ഷോർട്സ് ഉള്ളതൊക്കെ ഞാൻ ഇടാം. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. ഇനി അടുത്ത വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അല്ലേ. തൽക്കാലം ബൈ.